Hello everyone, എൻ്റെ പേര് ഡോക്ടർ കൃഷ്ണപ്രിയ, കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്, ക്യൂട്ടിസ് ഇന്റർനാഷണൽ, ട്രിവാൻഡ്രം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചാണ്, ഗ്ലൂട്ടഥയോൺ. ഗ്ലൂട്ടഥയോൺ ആക്ച്വലി നിങ്ങൾക്ക് അറിയാമോ, ഒരു ഈസ്റ്റീനാണ് ആദ്യം കണ്ടുപിടിച്ചത്. അതിനുശേഷം ഗ്ലൂട്ടഥയോൺ മസിലിൽ ഐസൊലേറ്റ് ചെയ്ത് അതിനകത്ത് പല അമിനോ ആസിഡ്സും പ്യൂരിഫൈ ചെയ്ത് അങ്ങനെയാണ് ഫൈനലി നമ്മളിപ്പോൾ കാണുന്ന ഗ്ലൂട്ടഥയോണിലേക്ക് എത്തുന്നത്. ഗ്ലൂട്ടഥയോൺ ബേസിക്കലി ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് മീൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഓക്സിഡേറ്റീവ് പ്രോസസ്സിനെയൊക്കെ നെഗേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ കുറച്ചും കൂടെ ബെനിഫിഷ്യൽ റിസൾട്ട്സ് ഉണ്ടാക്കുന്നു. അതായത് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ ഈ ആന്റി ഓക്സിഡന്റ് നെഗേറ്റ് ചെയ്ത് കളയുന്നു. 2010 ഗ്ലൂട്ടഥയോണിന് ഒരു സ്കിൻ ലൈറ്റനിങ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചത്. ദാറ്റ് ഇസ് ഇറ്റ് ഹെൽപ്സ് സ്കിൻ ലൈറ്റനിങ് ബൈ പ്രിവെന്റിംഗ് മെലനിൻ ഫോർമേഷൻ. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പേഷ്യൻസിന് ഗ്ലൂട്ടഥയോൺ കൊടുത്തപ്പോൾ അവരുടെ ഓവറോൾ ആയിട്ടുള്ള ഒരു പിഗ്മെന്റേഷൻ റിഡക്ഷൻ കണ്ടെത്തി. ഗ്ലൂട്ടഥയോൺ പല ഫോംസിൽ അവൈലബിൾ ആണ്. ഓറൽ ആയിട്ട് അവൈലബിൾ ആണ്, ടോപ്പിക്കൽ ആയിട്ട് അവൈലബിൾ ആണ്, ഇഞ്ചെക്ഷൻസ് അതായത് IV ഗ്ലൂട്ടഥയോൺ എന്ന് പോപ്പുലർലി അത് അവൈലബിൾ ആണ്. ഗ്ലൂട്ടഥയോൺ മോസ്റ്റ് ഓഫ് ദ ടൈം ഒരു അഡ്ജുവന്റ് തെറാപ്പി ആയിട്ടാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മെലാസ്മ കേസിലോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെന്റേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹൈപ്പർ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു ടെമ്പററി ടാനിങ് അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ടാണ് ഗ്ലൂട്ടഥയോൺ യൂസ് ചെയ്യുന്നത്. ഒത്തിരി പേഷ്യൻസിന് ഒരു ധാരണയുണ്ട് അല്ലെങ്കിൽ ഒരു ഫോൾസ് മിത്ത് ഉണ്ട്, അതായത് ഗ്ലൂട്ടഥയോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫെയർ ആവാൻ പറ്റുന്നു. അതൊരു തെറ്റായ ധാരണയാണ്. ഗ്ലൂട്ടഥയോൺ വിൽ ഓൺലി ഹെൽപ് ടു ലൈറ്റൻ യുവർ skin tone, maybe 1 tone or 2 tones lighter. It can never make you fair. And always remember, glutathione ഒരു ടെമ്പററി എഫക്റ്റ് ആണ് തരുന്നത്. നമ്മൾ ആ ടാബ്ലറ്റ്സ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു നല്ലൊരു റിസൾട്ട് വരും. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വളരെ ഗുഡ് ആയിട്ടുള്ള ഒരു സ്കിൻ റുട്ടീൻ ഫോളോ ചെയ്യണം. അഡിക്വേറ്റ് ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം, സ്കിൻ ലൈറ്റനിങ് ഏജൻസ് യൂസ് ചെയ്യണം, അതേപോലെ തന്നെ ഒരു സ്കിൻ കെയർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ഗ്ലൂട്ടഥയോണിന്റെ റിസൾട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടഥയോൺ ഇസ് അവൈലബിൾ ഇൻ പല ഫോംസ്. അത് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് ഉണ്ടാവുന്നത്. നിങ്ങളുടെ അടുത്തുള്ള കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചോദിച്ച് മനസ്സിലാക്കുക. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്ലൂട്ടഥയോൺ ഓൺലൈനിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുന്ന ഒത്തിരി പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഡോക്ടർ എനിക്കൊരു റിസൾട്ടും ഇല്ല, അല്ലെങ്കിൽ എനിക്കത് കഴിച്ചിട്ട് എനിക്കത് കാലിൽ നീര് വെച്ചു, അങ്ങനെയൊക്കെ. സോ ഓൾവേസ് റിമെമ്പർ, നമുക്ക് ഗ്ലൂട്ടഥയോൺ FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡോസുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ഓൺലൈനിലൊക്കെ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്തത് ഹൈ ഡോസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട്സും വരും. സോ ഗ്ലൂട്ടഥയോണിനെ കുറിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ സേഫ് ആയിട്ടൊരു ഡ്രഗാണ്. കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ. താങ്ക് യു.